26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. തമിഴ്നാട്ടിൽ കുട്ടികളുടെ ആശുപത്രിക്കെതിരായ ആരോപണം മിന്നൽ പരിശോധനയ്ക്ക് നേരിട്ടെത്തി മുഖ്യമന്ത്രി വിജയ്. ആശുപത്രിയിലുണ്ടായിരുന്ന അമ്മമാരോടും കൂട്ടിരിപ്പുകാരോടും മുഖ്യമന്ത്രി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. നവജാത ശിശുക്കളെ ഓമനിക്കുന്ന വിജയുടെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ചെന്നൈ എഗ്മോർ ആശുപത്രിയിലെ അഴിമതിയും മോശം സൗകര്യങ്ങളും തുറന്നുകാട്ടുന്ന വീഡിയോ പുറത്തു വന്നതോടെ കുട്ടികളുടെ ആശുപത്രിയിൽ മിന്നൽ പരിശോധന നടത്തി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. ആരെയും മുൻകൂട്ടി അറിയിക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പരിശോധന നടന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ശേഷം വിജയ് നടത്തുന്ന ആദ്യത്തെ അപ്രതീക്ഷിത സന്ദർശനം കൂടിയാണിത്. ആശുപത്രിയിലെ വിവിധ വാർഡുകൾ നേരിട്ട് സന്ദർശിച്ച മുഖ്യമന്ത്രി അവിടുത്തെ സൗകര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുകയും തുടർന്ന് സീനിയർ ഡോക്ടർമാരുമായും മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുമായും ചികിത്സാ സൗകര്യങ്ങളെക്കുറിച്ച് ചർച്ചയും നടത്തി. ആശുപത്രിയിലെ പ്രസവ വാർഡിലെത്തിയ വിജയ് നവജാത ശിശുക്കളെ കയ്യിലെടുത്ത് ഓമനിക്കുന്ന ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലും വൈറലായി മാറിയിട്ടുണ്ട്. ആശുപത്രിയിലെ ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം നേരിട്ട് വിലയിരുത്തിയതിനു ശേഷം വിവരങ്ങൾ ശേഖരിച്ചാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. കൂടാതെ ജോലിയിൽ വീഴ്ച വരുത്തുന്ന ജീവനക്കാർക്കെതിരെയും അഴിമതിക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്ന ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശവും മുഖ്യമന്ത്രി വിജയ് നൽകിയിട്ടുണ്ട്. ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോയാണ് മുഖ്യമന്ത്രിയുടെ പെട്ടെന്നുള്ള ഈ ഇടപെടലിന് വഴിവെച്ചതായാണ് റിപ്പോർട്ടുകൾ. പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്കായി ആശുപത്രിയെ സമീപിച്ച തങ്ങളോട് അവിടുത്തെ ജീവനക്കാർ കൈക്കൂലി ആവശ്യപ്പെട്ടതായി സ്ത്രീ വീഡിയോയിൽ ആരോപിക്കുന്നുണ്ട്. ഇതിനു പുറമെ രോഗികൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം നൽകിയില്ലെന്നും കുടിവെള്ളവും വൃത്തിയുള്ള ശുചിമുറികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആശുപത്രിയിൽ പരിതാപകരമാണെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോയാണ് വലിയ തരത്തിൽ ചർച്ചയായി മാറിയത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മിന്നൽ പരിശോധന ഫലം കൊണ്ടു. തൊട്ടു പിന്നാലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചതായി തമിഴ്നാട് ആരോഗ്യമന്ത്രി അറിയിച്ചു. കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയതായും കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ താൽക്കാലിക കരാർ ജീവനക്കാരിയെ ജോലിയിൽ നിന്ന് ഉടനടി പിരിച്ചുവിട്ടതായും മന്ത്രി അരുൺ രാജ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.